2014 പുറത്തിറങ്ങിയ ഉത്സാഹമറ്റി എന്ന സിനിമയിലൂടെയാണ് ഹരീഷ് കണാരൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അധികം വൈകാതെ തന്നെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ വളർച്ച. ഒരു കൊമേഡിയൻ എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ പെട്ടെന്ന് കയറി പറ്റാനും ജനപ്രീതി പിടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഏകദേശം 2017-18 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അഭിനയിക്കാത്ത മലയാള സിനിമ തന്നെ ചുരുക്കമാണ്. അത്രയും തിരക്കുള്ള ഒരു നടൻ. ഒരു ദിവസം തന്നെ 3 സിനിമ സെറ്റിൽ വരെ അദ്ദേഹം പോയി അഭിനയിച്ചിട്ടുണ്ട്. അത്രയും ഡിമാൻഡും ജനപ്രീതിയുള്ളൊരു കൊമേഡിയൻ ആയിരുന്നു ഹരീഷ് കണാരൻ. ഏകദേശം 2018 ഇറങ്ങിയ ശിക്കാരി ശംഭു, അതുപോലെ തന്നെ ഒരു പഴയ ബോംബ് കഥ എന്നീ സിനിമകളിലൊക്കെ നായകനേക്കാൾ കൂടുതൽ തിയേറ്ററിൽ കയ്യടിയും ചിരിയും കിട്ടിയത് ഹരീഷ് കണാറിൻ്റെ സീനുകൾക്കായിരുന്നു. 2022 പുറത്തിറങ്ങിയ ഉപചാരപൂർവ്വം ഗുണ്ടാച്ചൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ സിനിമയുടെ ആദ്യത്തെ ഒരു 3/4 മണിക്കൂറോളം തിയേറ്ററിൽ ഓഡിയൻസിന് ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ആ സിനിമയിൽ ഇദ്ദേഹത്തെ കാണിച്ചപ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയും ചിരിയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ സീനിനും തിയേറ്ററിൽ നല്ല ചിരിയും കയ്യടിയും, ജനങ്ങൾ നന്നായി എൻജോയ് ചെയ്ത അത്രയും ഒരു ജനഹൃദയത്തിൽ കയറി പറ്റിയ ഒരു നടനാണ് ഹരീഷ് കണാരൻ എന്ന് ആ ഒരൊറ്റ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് ഹരീഷ് കണാറിനെ സിനിമയിൽ നിന്ന് കാണാണ്ടായത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു സിനിമയിലും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഞാനടക്കമുള്ള പലരും ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹം എവിടെ പോയി? അയാൾ സിനിമാ ജീവിതം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാത്തത്? കാരണം ഇയാളെ പോലൊരു നടൻ ഒരിക്കലും ഫീൽഡ് ഔട്ട് ആവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് സിനിമയിൽ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനടക്കം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊരു മറുപടിയായിട്ട് ഹരീഷ് കണാരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ബാദുഷ എന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സിനിമയിൽ സജീവമായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സിനിമകളിൽ കൺട്രോളറായി നിൽക്കുന്ന ആളാണ് ബാദുഷ. അദ്ദേഹത്തിന് കുറച്ച് നാൾ മുൻപ് 20 ലക്ഷം രൂപ ഹരീഷ് കണാരൻ കടം കൊടുക്കുകയും പിന്നീട് ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ എല്ലാ അവസരങ്ങളും ഈ ബാദുഷ എന്ന വ്യക്തി തട്ടിക്കളയുകയാണ് ചെയ്തതെന്നാണ് ഹരീഷ് കണാരൻ കഴിഞ്ഞ ദിവസം മീഡിയയിൽ വന്ന് പറഞ്ഞത്. എന്തായാലും ബാദുഷ ചെയ്തത്, അല്ലെങ്കിൽ അത് വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. അമ്മ സംഘടനയ്ക്ക് പരാതി കൊടുത്തിട്ട് പോലും ഇതിൻ്റെ പേരിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഹരീഷ് കണാരൻ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ ഇനിയെങ്കിലും ഇതുവരെയുള്ള സംഭവിച്ചതെല്ലാം പോയി മലയാള സിനിമയിൽ വീണ്ടും പഴയ പോലെ ഇയാൾ സജീവമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ജനങ്ങളെല്ലാവരും അത്ര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഹരീഷ് കണാരൻ വീണ്ടും പഴയതുപോലെ സജീവമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.